മഞ്ഞക്കുരിയുണ്ടോ? കുറവാണോ? നമ്മുടെ ഇവിടുത്തെ വലയിടുന്ന ചേട്ടനാ കേട്ടാ. നല്ലൊരു മഞ്ഞക്കുരി ഉണ്ടായിരുന്നു അതിനകത്ത്. കഞ്ഞിപ്പാടം പാലം, കഞ്ഞിപ്പാടം കഴിഞ്ഞ് നേരെ പോയിക്കൊണ്ടിരിക്കുക. പടഹാരം പാലമാണ്. പടഹാരം പാലത്തിൻ്റെ കംപ്ലീറ്റ് പണി തീർന്നു തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ചെറിയ ചെറിയ എന്തോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ് പണി തീർന്നിരിക്കും. നല്ല ഭംഗിയുള്ള പാലമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ചെയ്തതിൽ നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പാലം. ആറ്റിക്കൂടി ഒരു സാധനം നീന്തി കിടക്കുന്നത്, പട്ടി നീന്തി കിടക്കുന്നില്ലേ നടുക്കുകൂടി. അവൻ അക്കരയ്ക്ക് എന്തോ വെട്ടുപോയിട്ട് ഇക്കരയ്ക്ക് വരുവാന്ന് തോന്നുന്നു അവൻ. കാണുന്ന കേട്ടോ തകഴിപ്പാലം. ഈ തകഴിപ്പാലത്തിൻ്റെ വടക്ക് ഭാഗമായിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. കാണാൻ പറ്റും പാലം. അവിടാണ് പാലം കണ്ട, തകഴിയിൽ പാലം. അത് നമ്മളത് തകഴി വരെല്ലാം പോയി കറങ്ങി തിരിഞ്ഞ് രാവിലെ തന്നെ ഇവൻ മനസ്സ് പഠിപ്പിച്ച് വല വെക്കാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സ് പഠിപ്പിച്ച് തകഴി പാലം വരെ പോയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വള്ളാത്തുരുത്തി വന്നു നമ്മുടെ തൊട്ടടുത്തുള്ള പാടത്തിൻ്റെ മോട്ടർ നടത്തുന്നുണ്ട്. നേരെ എന്തായാലും ഇവിടുന്ന് അവിടം വരെ കറങ്ങിയതിൻ്റെ നാളത്തേക്കുള്ള പെട്രോളെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി ഇവിടെ നോക്കാൻ പോവുക. എന്തൊക്കെ മീനൊക്കെ ഓടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് പോയി നമ്മുടെ ചെറിയൊരു പറ്റുവല എടുത്തുകൊണ്ട് വന്നു. പാടത്തായതുകൊണ്ട് പറ്റുവല, പുറത്തായപ്പോഴാണ് നമ്മൾ വലിയ തെളിഞ്ഞ വല ഉപയോഗിക്കുന്നത്. ഇവിടെ ഇച്ചിരി ചവറൊക്കെ ആയിട്ടുണ്ട്. അന്നേരം ഇവിടെ ഈ ഭാഗം കണ്ട് ആദ്യം ഒരു വല കുത്തിയിട്ട് നോക്കണം. മോട്ടർ കൂടി പറ്റി വന്നപ്പോഴേ നമ്മളത് അവിടെ ഒരു വല കുത്തി. അവിടെ വല കുത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആദ്യം ചുമ്മാ വല കുത്താറിറങ്ങിയപ്പോഴേ 300 സിലോപ്പി ഓടുന്നുണ്ടായിരുന്നു. സ്ഥലം കിട്ടി 2 സിലോപ്പിയല്ലേ. 2 സിലോപ്പിയും 2-3 ചെമ്പലിയും നമുക്ക് കിട്ടി. എന്തായാലും വല കുത്തിയിട്ട് ഞങ്ങൾ തപ്പി നോക്കാം. ആണോ ചെമ്പല്ലി? നമ്മളൊക്കെ തന്നെ പോണേ. ഞാൻ ഇറങ്ങുന്നില്ലേ, ഞാൻ തുമ്പാണ്. കട്ട് ചെയ്താൽ എൻ്റെ അത് ഈ ഇതിൻ്റെ ബെൽറ്റിൻ്റെ സൈഡിൽ തുറച്ചാലും മതി. വീട് പിടിച്ചു അങ്ങോട്ട് ഭക്ഷണമൊക്കെ എൻ്റെ കാലിനടി കൂടി ചേർക്കണം. ഇവിടെ ഫ്രണ്ടുണ്ട് കാണുന്നു. താളിപ്പോ ആ അപ്പറായിട്ട് പിടിക്കും. നമ്മളിതേ ഇവിടെ ഒരു വല കറക്കി കുത്തി കേട്ടോ. നമ്മൾ അപ്പുറം ഒരു വല കുത്തിയപ്പോൾ ഫോൺ ഹാങ്ങായി പോയതുകൊണ്ടാണ്. അതിനകത്ത് വലിയ തിലോപ്പിയൊന്നുമില്ല അല്ലേ, 3-4 തിലോപ്പിയേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം വലയുടെ മേളിൽ കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിപ്പോന്നു.
അന്നേരം നമ്മൾ ഇപ്പറേ ഒരു വല കുത്തി, വല കുത്തിയിട്ട് ഇതേ മറ്റേ സിലോപ്പി വെള്ളത്തിൽ ഇട്ട് ഇത് പിന്നെ 2 കാരി ഇതാറ് ചെമ്പല്ലി ഒരു സിലോപ്പിയായിട്ട് ഇവിടുന്ന് കിട്ടി. ഇപ്പം ഈ പോള മാറ്റിയിട്ട് നോക്കണം. ഇവിടെ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് മാറ്റണം കേട്ടോ പോള. ഇതോ പുളുന്ത് കാരി, ചെറിയ കാരി. നമ്മളിത് പോളയെല്ലാം വാരി മാറ്റി ഇവിടുന്ന് കുറച്ച് ചെറിയ കാര്യമാണ് കിട്ടിയിരിക്കുന്നത്, ചെറിയ കാര്യം. എന്തായാലും ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ തപ്പി ഈ വല പൊക്കുക. അന്നേരം ഈ തപ്പി പൊക്കുന്നതൊക്കെ എടുക്കാൻ പറ്റത്തില്ല. എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഇടയ്ക്ക് ഹാങ്ങായി പോകുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തത്. കാരി ഇവിടെ കാരി പിടുത്തം മൊത്തം വിനീഷാണ് കേട്ടോ. വിനീഷ തകർത്ത് കാരി പിടിച്ചോണ്ടിരിക്കുന്നു. അതെ, നീ സകലമാന കാര്യമുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആ ഇവിടുന്ന് നോക്കിപ്പോ നമ്മുടെ വലയെല്ലാം പൊക്കി കേട്ടോ. വലയെല്ലാം പൊക്കി വെച്ചിട്ട് 5-8 കാരി കിട്ടിയല്ലേ. 5-8 കാരി അത് തപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി വലയ്ക്കകത്ത് നിന്ന് ഈ പോള കൂടി മാറ്റിയിട്ട് ഇതിനകത്ത് എന്താണെന്ന് നോക്കണം. എന്തായി വല കൊണ്ടുപോവാ. നമ്മളിതേ ഇത്രയും സ്ഥലത്തെ പോള ഒതുക്കി, പക്ഷേ ഇത് മുറിക്കുന്നില്ല. നമ്മൾ സാധാരണ മുറിയുടെ ഇത് മുറിക്കുന്നില്ല. ഇതിങ്ങോട്ട് ഒതുക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒതുക്കി ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ആ പൊക്കത്തോട്ട് അങ്ങനെ കയറ്റിക്കൊണ്ട് മീനെടുക്കാൻ വേണ്ടിയാണ്. മറ്റേ ചെമ്പല്ലി ഒരു വരാക്കണ്ണും ചാടിയിട്ടുണ്ട് വലയ്ക്കകത്ത്. പ്ലാനൊന്ന് മാറ്റി. അവിടെ കുണ്ടം കയറി കിടക്കുന്നതുകൊണ്ട് വല അങ്ങനെ മുറിക്കാൻ പറ്റുന്നില്ല, താറ്റിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ നമ്മൾ കയറ്റി മുറിച്ചെടുക്കാൻ പോവുക. ഇറമ്പത്തോട്ട് കയറണം വല. പ്ലാനൊക്കെ പെട്ടെന്നാണ് മാറ്റുന്നത്. നമ്മളിതേ എറമ്പത്ത് കൊണ്ടുവന്നത്. എറമ്പത്ത് കൊണ്ടുവന്നൊരു മുറിയാക്കിയിട്ട് ഇതേ ഇതിനകത്ത് ചവറുണ്ട്, ചെളിയുണ്ട്. അതാണ് നമ്മൾ മുറിയാക്കിയത്. ചെളിയുള്ളത് കൊണ്ട് അതിൻ്റെ ചെളിയൊക്കെ ചവറ് വാരിയിട്ട് ഇന്നത്തെ കാര്യം വലിയ ഉണ്ട്. ഇതോടെ പൊക്കി കരയ്ക്ക് കയറ്റാൻ പറ്റില്ല. കരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാറായതുകൊണ്ട് മേളോട്ട് കയറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. സംഭവം സെറ്റ് പരിപാടി ഉണ്ടായിരുന്നു. നേരെ നമ്മുടെ വലിയ കൊല്ലിക്കകത്തോട്ട് മറിച്ചുകൊണ്ടേ വള്ളത്തിലോട്ട് കുടയുക, പെറുക്കി എടുക്കുക. കൊല്ലിക്കകത്തോട്ട് ഈ ചേറുൾപ്പെടെ കയറ്റുക അല്ലടാ. എന്നിട്ട് നേരെ പെറുക്കിയിട്ട് ലാസ്റ്റ് ഏറ് കോരി കളഞ്ഞാൽ മതിയായിരുന്നു. ഇല്ലത്തിലോട്ട് മറിച്ച കളത്തിലുള്ള മീൻ കൂടി ഇതായി പോകല്ലേ. ഇത്രയും പെറുക്കി വരുമ്പോൾ താമസിക്കടാ. കാരി വലിയ സൈസുകാരി. ഞാൻ പറയുന്നേ ആ സിലോപ്പിയെ മാറ്റിയിട്ട് വേണം കാലത്തിലോട്ട് കുടയാൻ. ഇല്ലെങ്കിൽ കൊല്ലിക്കകത്തോട്ട് മറിക്കാം, മുക്കിയിടാം. അപ്പോൾ നമുക്ക് പണി എളുപ്പമാവും. ഇപ്പോഴത്തെ പരിപാടി ആകാം. ഇല്ലേ പെറുക്കിടണം, പെറുക്കിടാം, ഇത്രയേ ഉള്ളൂ. വരാറുണ്ട്. ആ അതെ, ഇങ്ങനെ ഒതുങ്ങി വരും. ആ വട്ടക്കൊല്ലി എടുത്ത് നിൽക്കണം ചവറെല്ലാം എടുക്കാം. വട്ടക്കൊല്ലി കുടച്ച് കൊണ്ടുവരില്ല ഉണ്ടോ? ആ മതി കൊണ്ടുവരാം. അത് രണ്ടാമത്തെ മുറി മുറിച്ചായിരുന്നു കേട്ടോ. മീനിടാൻ പോയ സമയത്ത് ഞങ്ങൾ മുറിച്ച്. ഈ വട്ടക്കൊല്ലിക്ക് ഒരു കിഴുത്തുണ്ടായിരുന്നു, അതേ പുറത്തിടക്ക് ഉടക്കി. രണ്ട് സിലോപ്പ് ഉണ്ട്.
പകുതിക്കാലം കിട്ടിയിട്ടില്ല. പകുതിക്കാലും കിട്ടിയിട്ടില്ല നമുക്ക്. കമ്പികൾ നീക്കിച്ചു. മൂന്നാമത്തെ വരാനുണ്ട്. മൂന്നാമത്തെ വരാനുണ്ട്. മറ്റേ വരാനാ തോന്നുന്നല്ലേ? ഞാനവിടെ ഇതെന്തി കളത്തിലാ വലയിട്ടിട്ടത്. പത്താ നമ്മുടെ വല പൊങ്ങിട്ട് 3-4 വരാലുണ്ട് കേട്ടാ. ഒരു വരാല്, ഒന്നല്ല, 2 വരാല്, 2, 3 വരാല്, 4 വരാല്, 5 വരായി. വേണ്ട, ആ 6 വരാല്, 6 വരാല്. ലോക്കി എൻ്റെ കാലയില്ല, കയ്യായിരുന്നു. ആ സിലോപ്പി കൂടി പറ്റിട്ട് മീനെ കൊണ്ട് വെള്ളത്തിൽ കെട്ടിയിടുന്നു. ആ വട്ടക്കല്ല് കുഴപ്പമില്ലല്ലോ, നല്ലതല്ലേ? മതി. വീട്ടിൽ മതി. ആ വരാല് നമ്മൾ വളരാൻ വിട്ടേനെ. വരാല് സാഹചര്യം മോശമാണ്. ഇതൊക്കെ വീഡിയോ കിട്ടുന്നുണ്ടാവും. കിട്ടുന്നുണ്ടോ? കാര്യമെല്ലാം നല്ല കാര്യം. കയറും മോനെ, നല്ല വെള്ളത്തിൽ, യുദ്ധ വെള്ളത്തിൽ പോകും. നമ്മുടെ മൂക്കിന് താഴെ ഇത്ര മീൻ കിടന്നിട്ടാണ് നമ്മൾ ഈ നാട് മൊത്തം കറങ്ങി നടന്നത്. സത്യം. കാര്യമൊക്കെ നല്ല വലിയ കാര്യം. കാര്യം
ചെമ്പന് ചൂട്ടിയമ്പലുണ്ടല്ലേ? ഒരു കണ്ട ഇത് ചെമ്പല്ലി. ഇനിയുണ്ട് ചെറു. വരാനുള്ള കലത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെമ്പല്ലി ഉണ്ടോ കേട്ടോ ഇച്ചിരി? ചെമ്പല്ലി ഉണ്ട്, കാരിയുണ്ട്. പ്രതീക്ഷിച്ചാലും കൂടുതൽ മീനുണ്ട്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത മീൻ. 2 വരാതെ പ്രതീക്ഷിച്ച. ഇപ്പം പൂന്തത്തിന്റെ പടിഞ്ഞാറ മോട്ടോർ നോക്കണം അല്ലേ? വരാല് കാണാൻ സാധ്യത. വരാലും കാണും, സിലോപ്പിയും കാണും. സിലോപ്പിണ്ടാവും. നാളെ വെള്ളം പറ്റിയാലും പറ്റി വരാക്കണ്ണാണ്. കമ്പുണ്ടായിരുന്ന കുത്തി ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇതാ കമ്പി എടുത്താൽ കട്ട് ചെയ്തിട്ട് കാണാം. അരിവേ ആ അരിവ നിങ്ങൾ അവിടെ വെള്ളത്തിൽ നമ്മളത് ആദ്യം എടുത്തിട്ട മീനാ കേട്ടോ ഇത്. അത് കിടക്കട്ടെ, ഇപ്പൊ ഇത് കുടഞ്ഞിറക്കാം. ആ മൊത്തത്തിൽ ഇപ്പൊ വെള്ളത്തിൽ കിടക്കട്ടെ. സിലോപ്പി അത്ത് പോകുന്നു അതിനകത്ത് കിടന്ന്. ഊട്ടയൊന്നും ഇല്ലായിരുന്നു. ഊട്ട ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും മറ്റേ ഊട്ട കൂടി ചാടി തല ഇല്ലടാ, പക്കയാന്ന്. എല്ലാം സൂപ്പറാ. കിട്ടോ മീനാണ് കാലത്തിലെ. കിട്ടോ അടിപൊളി. എന്താ തീർത്ഥം ഇത് കണ്ടോ? ഇത്രയും നമുക്ക് മീൻ വിടുന്നത് നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ മീനുണ്ട്. വരാലും ഉണ്ടായിരുന്നു. എന്തായാലും കൈ ആ സിലോപ്പി ആകുന്നതിന് മുന്നേ കൈ വെള്ളത്തിൽ കിടട്ടാ. അടേ ഇപ്പൊ തൽക്കാലം വെള്ളത്തിൽ ഇടും. മാറ്റടാ, ആ കലം മാറ്റടാ. സിലോപ്പി അല്ല, ഇപ്പൊ എല്ലാം വെള്ളത്തിൽ കിടക്കട്ടാ. കുത്തിപ്പുറത്താണ് എന്താ ചേറുമൊക്കെ പോട്ടെ. അത് നിങ്ങൾക്കൊരു സന്തോഷമായി. കാരണം സിലോപ്പി ആവുമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ മീൻ പിടുത്തം? സൂപ്പർ. ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. അതെ, സംഭവം എന്നാന്നറിയോ? ഇന്ന് എന്ന് പറയാൻ നമ്മൾ പല സ്ഥലത്തും പോയി കറങ്ങി തിരിഞ്ഞ് ഒന്നും കിട്ടിയില്ല. കുറച്ച് മീനുണ്ടാ നേരം ഇന്ന് വന്ന് ഇറങ്ങിയപ്പം നമ്മുടെ മൂക്കിന് താഴെ കിടന്ന പാടത്തായിരുന്നു നമ്മളിപ്പോൾ ഈ മീൻ പിടിച്ചത്. നമ്മൾ ഇവിടുന്ന് തകഴിയും തോട്ടപ്പള്ളിയും കായലിൻ്റെ അങ്ങേറ്റവും ഇങ്ങോട്ടമൊക്കെ പോയിട്ടൊന്നും നമ്മൾ ഇവിടെ നോക്കുന്നതേ ഇല്ല. ഇന്ന് ഒരു രക്ഷയില്ലാഞ്ഞുകൊണ്ട് ചുമ്മാ ഒന്ന് വള്ളം അടിപ്പിച്ച് ഞങ്ങൾ നോക്കിയതാണ്. നേരം ഒന്നുവരെ സിലോപ്പി ആണെന്നും പറഞ്ഞ് ഞങ്ങൾ വെച്ചപ്പോൾ നമുക്ക് സിലോപ്പി കുറച്ചേ കിട്ടിയുള്ളൂ. പക്ഷേ അതിനും കൂടുതൽ കാരിയും ചെമ്പല്ലിയും ഇത്തിരി വരാലും കിട്ടി. എന്തായാലും ഞങ്ങൾ ഹാപ്പിയായിരുന്നു. നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം കഴിഞ്ഞാൽ നമുക്കില്ല ഇന്ന് കിട്ടിയ മീൻ മൊത്തം ഇത് നമ്മൾ ആദ്യം തപ്പി പിടിച്ച കേട്ടോ. ആദ്യം കിട്ടിയ സിലോപ്പിയാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇന്ന് കിട്ടിയ മീൻ മൊത്തം കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതിനകത്ത് സിലോപ്പി തിരിഞ്ഞ് മാറ്റണം, വരാലിനെ മാറ്റണം, ചെമ്പല്ലി മാറ്റണം. കാരിയും വരാലും കലത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെമ്പല്ലി വേറെ ഇടും. എല്ലാം കൂടി കിടന്നു കഴിഞ്ഞാൽ ചത്തുപോകും. നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഇത്.
വരാല് ചാടാൻ ശ്രമിക്കണം ഇവിടെ നാട്ടിലോട്ട് ഒക്കെ അറിയില്ല അത് വെള്ളത്തിലായി പോകും. നിന്റെ ഫ്രണ്ട് വീഡിയോ ഓണാണോ? അവന്തിക്കാൻ പോകുന്നത് ഈ കൊല്ലി തന്നെ അതിനകത്ത് പുതിയ മീൻ കൂടെ കൂട്ടണ്ടോ ഇതില്? ഊട്ടമില്ല, ചെറിയ കാര്യം ഇത്രയും കൂടെ കൊണ്ടിട്ട് ഇത് കൊടുക്കും. ഇന്ന് കിട്ടിയ സിലോപ്പിയ കേട്ടോ ഇത്. സിലോപ്പിയ അവന്മാർ വെള്ളത്തിൽ കിടക്കട്ടെ ജീവനോട്. കുത്തരുത്, ആരായിട്ട് കുത്തരുത്. അവിടെ കൊടുക്കാനാണെങ്കിൽ ഇത് നേരെ അവിടെ കൊണ്ട് വെള്ളത്തിൽ കെട്ടിയിട്ടാണ് വീട്ടുകാരെ കൊണ്ടുവന്ന കാര്യമില്ല. അട്ട അവിടെ ഉണ്ട്. ആ ഒരു സിലോപ്പ് എടുത്ത് വേണ്ട. ഇത്രയും സിലോപ്പി നമുക്ക് കിട്ടി കേട്ടോ. എല്ലാം വലിയ സിലോപ്പി അവിടെ കൊണ്ട് കിട്ടിയിട്ട് ഫോണിയുണ്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കണ്ട, ഇത് കണ്ട, ഇത് മൊത്തം കാരിയും ചെമ്പല്ലിയോ വെള്ളം നിറച്ച് മൊത്തം കാരിയും ചെമ്പല്ലില്ല. കാരി ചെമ്പല്ലി അങ്ങേറ്റം പറയാം. ചെമ്പല്ലി അനക്കണ്ട, അതായത് ചെമ്പല്ലി മാത്രമല്ല അങ്ങനെ കിടന്നോട്ടോ. ചെമ്പല്ലി നമുക്ക് കാരി മാത്രം പോലെ കിട്ടും. ചെമ്പല്ലി കോരി എടുക്കാം. കണ്ടത് കാരിയുടെ സൈസ് കണ്ടോ, നല്ല ചിമിട്ട് കാരി കിട്ടിയിരിക്കുന്നു. ഇതണ്ട കാരിയും ചെമ്പല്ലി ഇങ്ങനെ കിടക്കുമോ? ഇത് കണ്ട അങ്ങേറ്റം വരെ കിടക്കുമോ കാരിയും ചെമ്പല്ലി? ഇത് കണ്ടത് കണ്ട, അവിടം വരെ കാരിയും ചെമ്പല്ലിയും കിടപ്പുണ്ട്. കണ്ട, അതിന് കുഴപ്പമില്ല നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം. അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അന്നേരം ഇന്ന് കുഴപ്പമില്ല, കുറച്ച് ദിവസത്തെ ഇതൊക്കെ ശേഷം നമുക്ക് ഇച്ചിരി മീൻ ഇച്ചിരി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമ്മുടെ നാടൻ മീൻ തന്നെ കിട്ടിയത്, കാരിയും ചെമ്പല്ലിയും വരാലും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിലോപ്പിയും കിട്ടി. അന്നേരം ഇന്ന് ഞങ്ങൾ ഒത്തിരി തകഴി വരെ പോയി കറങ്ങിയിട്ടാണ് നമുക്ക് ഈ മീൻ കിട്ടിയത്. നമ്മുടെ മൂക്കിന് താഴെ കിടന്ന പാടത്തു നിന്ന് പിടിച്ച മീനായത്. കാരി ഒന്നൊറ്റ ഇനിയുണ്ട്, എന്ന് വെച്ചാൽ അതിനകത്ത് കല്ലിനകത്തായത് കാരി കിട്ടാൻ പാടാം. എന്നാലും നമുക്ക് ഇത്രയും കാരി കിട്ടി. എന്തായാലും ഞങ്ങളുടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്. ഇന്ന് നമുക്ക് പണി തന്നവനാ കൂരുന്നത്, എങ്കിലും അവൻ്റെ പണിയിൽ നമ്മൾ രക്ഷപ്പെട്ടാണ് കേട്ടോ.